1950 പയ്യന്നൂരിൽ ജനിച്ച തെക്കേ അരങ്ങത്ത് രാജേന്ദ്രൻ എന്ന ടി.എ. രാജേന്ദ്രന് യുവാവായി തിരിച്ചറിവ് ഉണ്ടായ കാലം മുതൽ തൻ്റെ അഭിപ്രായങ്ങൾ സധൈര്യം പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇതിൽ യോജിപ്പും വിയോജിപ്പുകളുമുണ്ടായി. അവിടെ രാജേന്ദ്രനിൽ ഒരു പത്രം ജനിച്ചു. നവാബ് എന്നു പേരുള്ള ഒരു പത്രം. തൃശ്ശൂരാണ് അത് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. പത്രപ്രവർത്തകനായ രാജേന്ദ്രൻ പതുക്കെ നവാബ് എന്ന പേരിൽ തന്നെ പരിചയപ്പെടുത്തി തുടങ്ങി. ഇവിടെ തുടങ്ങുന്നു ഒരു ജനകീയ പത്രപ്രവർത്തകൻ്റെ നേർക്കാഴ്ചകൾ. നവാബ് രാജേന്ദ്രൻ്റെ ജീവിതകഥ ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ ചേർന്നതാണ്. എഴുതിയും പകർത്തിയും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നവർക്കുള്ള ഒരു കൈപ്പുസ്തകം പോലെ. നവാബ് രാജേന്ദ്രൻ ഈ ചരിത്ര ജീവിതത്തിലേക്ക് നിങ്ങളോടൊപ്പം ഞാനും യാത്ര തുടങ്ങുകയാണ്. സ്വാഗതം. കണ്ണൂർ പയ്യന്നൂരിലെ കുഞ്ഞിരാമ പൊതുവാളിൻ്റെയും ഭാർഗവിയമ്മയുടെയും മകനായിട്ടാണ് രാജേന്ദ്രൻ ജനിക്കുന്നത്. തൃശ്ശൂരെത്തുന്നത് പത്രസൗഹൃദങ്ങളുടെ ചൂട് പിടിച്ചാണ്. അന്ന് അദ്ദേഹം പുറത്തെത്തിച്ച വാർത്തകൾക്ക് കൂടുതൽ ജനപക്ഷമാണ് ഉണ്ടായിരുന്നത്. വൈകുന്നേരങ്ങളിലെ ചെറു ആൾക്കൂട്ട ചർച്ചകൾക്ക് ആവശ്യമായ തിരി എന്നും നവാബ് രാജേന്ദ്രൻ കൊളുത്തിയിരുന്നു. അഴിമതിയുടെ സ്വജനപക്ഷപാതത്തിൻ്റെ അഴുക്കടിഞ്ഞ കഥകൾ. 1980 കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിൽ. തൃശ്ശൂരിലെ തട്ടിൽ എസ്റ്റേറ്റിൽ ഒരു കൊലപാതകം നടന്നു. നവാബ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം അതിൽ തട്ടിൽ എസ്റ്റേറ്റിൻ്റെ മറപറ്റി നടന്ന അഴിമതിയും കൂടി കൂട്ടിച്ചേർത്തു. ഈ വാർത്ത തുടർച്ചയായി വരാൻ തുടങ്ങിയപ്പോൾ പോലീസ് ഭീകരതയിലേക്ക് നവാബ് രാജേന്ദ്രനെ വലിച്ചെറിഞ്ഞു അവർ. നിഷ്ഠൂരം നിശബ്ദനാക്കുക എന്ന രഹസ്യ പോലീസ് നയം നടപ്പിലാക്കുന്ന ജയറാം പടിക്കലായിരുന്നു അന്ന് തലപ്പത്ത്. ആരുമറിയാതെ നവാബിനെ പോലീസ് പിടികൂടി. വാർത്ത അന്നത്തെ പതിവ് പോലെ പതുക്കെ ഇഴഞ്ഞെത്തി. മനുഷ്യാവകാശ ലംഘനമാണ് നടന്നെന്ന വാർത്ത പുറത്തെത്തുമ്പോൾ പല്ലും നഖവും അടിച്ചു കുഴച്ച ഒരു സിംഹത്തിൻ്റെ അവസ്ഥയിലായിരുന്നു നവാബ്. കേരളം ഇത് കണ്ട് ഞെട്ടിനിന്നു. പിന്നെ ഭരണാധിപത്യത്തെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് കോടതികളിൽ നിന്ന് കോടതിയിലേക്ക് നവാബ് നടന്നിറങ്ങി. അവകാശ ലംഘനങ്ങളെ അദ്ദേഹം പലപ്പോഴും കോടതി കയറ്റി. ഇത് സർക്കാരിനെതിരെ മാത്രമായിരുന്നില്ല. എവിടെയും ഏത് വ്യക്തിയും നിയമലംഘനം നടത്തിയാൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായി നവാബ് അന്ന് മാറിയിരുന്നു. ഇവിടെയെന്നും കോടതികളുടെ പരിസരത്ത് കണ്ട നവാബിനെ ഇങ്ങനെ വേണമെങ്കിൽ വിലയിരുത്താം. കാവ്യോട് ചേർന്ന് നിൽക്കുന്ന ലോഹം പോലൊരു മേൽവസ്ത്രവും മുണ്ടും, തുറന്നിട്ട നെഞ്ചിലേക്ക് ശയനപ്രതിഷ്ഠ നടത്തുന്ന ഒരു രുദ്രാക്ഷമാല, പാറിപ്പറക്കുന്ന മുടി, കത്തിത്തീരാത്ത വീടിയിലേക്ക് ചരിച്ചു വെച്ച ഒരു ചിരി. ഇത് 30 വർഷം കേരളം പലയിടത്തും കണ്ടു എന്നത് ഒരു പ്രതീകമാണ്. സത്യത്തെ കുരിശിലേറ്റാൻ നടത്തുന്നവർക്ക് ആർക്കും ഈ ഒരു കുരിശുരൂപം ഓർമ്മയുണ്ടാവും. അതിൽ അഹിഷ്ണുത തോന്നിയവർ കോടതിയിൽ പോയി. പൊതുശല്യക്കാരനാണ് നവാബ് എന്ന് ബോധ്യപ്പെടുത്താനാണ് അവർ കോടതിയിൽ പോയത്. ഇവിടെ ഒരു ചരിത്രവിധിയുണ്ടായി. നവാബ് രാജേന്ദ്രൻ ശല്യക്കാരനല്ല. അയാളുടെ ഹർജികൾ എവിടെയും ജനപക്ഷത്ത് നിന്നാണ് സംസാരിക്കുന്നത്. പൊതു താല്പര്യമാണ് ഇതിൽ ഉള്ളത്. ഈ ജനാധിപത്യത്തെ അനുവദിക്കാതെ തരമില്ല. ഈ ഹൈക്കോടതി വിധി ജനകീയ നിഷ്പക്ഷതയുടെ മൂല്യത്തെ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ന് RTI എന്ന വിവരാവകാശ നിയമം ഇന്ത്യയിലെവിടെയും നടപ്പിലാകുന്നത് ഇത്തരം നിയമ പോരാട്ടങ്ങളുടെ വഴിയിലൂടെയാണ്. ഇതിൻ്റെ പിൻബലമാണ് നവാബ് രാജേന്ദ്രൻ. കോടതി വിധികൾ പലതും ഉന്നം വച്ചത് വിജയകഥകളല്ല, ഏതു തെറ്റിനെയും നിസ്സംശയം ചോദ്യം ചെയ്യണമെന്ന പൊതുബോധത്തെയാണ്. അതായിരുന്നു നവാബിൻ്റെ ലക്ഷ്യവും. മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ അവശനായി കിടന്ന നവാബിനെ കാണാൻ ചെന്ന എന്നോട് അദ്ദേഹം രഹസ്യമായി പറഞ്ഞു, എനിക്കിങ്ങനെ കിടക്കാൻ കഴിയില്ല, അസുഖങ്ങളുമായി ഞാൻ നടന്നു തീർത്തോളാം. ഈ ചിരിച്ച് ഈ വിഷയങ്ങളുമായിട്ട് പറഞ്ഞിറങ്ങുമ്പോൾ മനസ്സിൽ ഓടിത്തളർന്ന നവാബിൻ്റെ മുഖമായിരുന്നു മനസ്സിൽ.
പിന്നെ ആരുമറിയാതെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയ നവാബ് കുറേ കാലം കൂടി നടന്നു തീർത്തു എന്നാണ് കഥ. പിന്നെ ആരോടും പറയാതെ ഒരു ഹോട്ടൽ ലോഡ്ജിൽ മരണാസന്നനായി കിടന്നു, മരിച്ചു. തൻ്റെ 53-ാം വയസ്സിലാണ് നവാബ് തൻ്റെ ജീവൻ വെടിയുന്നത്. നവാബിൻ്റെ കാര്യത്തിൽ മരണാനന്തരവും ഉണ്ടായി. മെഡിക്കൽ കോളേജിന് കൈമാറിയ നവാബിൻ്റെ പഠന ശരീരം ജീർണാവസ്ഥയിൽ എത്തിയെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് ശരീരം കത്തിച്ചു കളഞ്ഞു എന്നും വാർത്ത വന്നു. ഇത് ശരിയാണെന്നും നിയമപോരാട്ടത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും. മാനവ സേവയ്ക്ക് കിട്ടിയ അവാർഡ് സ്വന്തം ജനറൽ ആശുപത്രിക്ക് മോർച്ചറിക്ക് നൽകിയ ആളാണ് നവാബ്. ഈ നവാബ് രാജേന്ദ്രൻ്റെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രഹരം ഏൽക്കേണ്ടി വന്നത്. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. ഈ കൈപ്പുസ്തകത്തിൻ്റെ അവസാന പേജ് ഇങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം. നവാബ് സൃഷ്ടിച്ച പൊതു താല്പര്യങ്ങൾ എന്നും നിലനിൽക്കണം. കാരണം അത് പ്രതിനിധീകരിക്കുന്നത് ഇല്ലാതായവരെ അല്ല, ജീവിച്ചിരിക്കുന്നവരെ തന്നെയാണ്. നമസ്കാരം.